ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേർഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. നീലനിലാവും താരാപഥവും അമ്പിളിക്കലയും ഒത്തുചേരുന്ന ഈ പുണ്യ റംസാൻ കേരള വിഷൻ പ്രേക്ഷകർക്കായി ഒരുക്കുന്നു റംസാൻ നിലാവൊളി ഇഫ്താർ വിഭവങ്ങൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം പൊന്നാനിക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ അവരുടെ ദേശീയ ഭക്ഷണം എന്ന് തന്നെ അറിയപ്പെടുന്ന മുട്ടപ്പത്തിരിയാണ്. ഈ വിഭവം അതിൻ്റെ തനിമയോട് കൂടിയിട്ട് ഇന്ന് നമുക്ക് ഉണ്ടാക്കി തരുന്നത് സബിതയാണ്. സബിതയെ ഇന്നത്തെ ഇഫ്താർ വിഭവങ്ങളുടെ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇന്നെന്താണ് നമ്മുടെ ദേശീയ വിഭവം? ദേശീയ പലഹാരം, പൊന്നാനിയുടെ ദേശീയ പലഹാരം എന്ന് പറയുന്ന ഐറ്റമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്, മുട്ടപ്പത്തിരി. ഒരു ദിവസം നമ്മൾ തുടങ്ങുന്നത് തന്നെ മുട്ടപ്പത്തിരിയിലാണ്. രാവിലെ തന്നെ മുട്ടപ്പത്തിരി കഴിച്ചിട്ടാണ് ഓരോ വീടുകളും ഉണരുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, പച്ചരി എടുത്തിട്ട് ഞാൻ ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 പപ്പടം, ഒരു വലിയ പപ്പടമാണ്, 3 എണ്ണം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഉപ്പ്. ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ മുട്ടപ്പത്തിരി ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ പേര് മുട്ടപ്പത്തിരിയാണെന്നാണ്, പക്ഷെ അതിൽ മുട്ട ചേർക്കുന്നില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാൻ നിൽക്കുകയാണ്, കാരണം ഞാൻ കേട്ടറിഞ്ഞിട്ടേ ഉള്ളൂ വിഭവം എന്താണ്. അപ്പോൾ മുട്ട എവിടെ മുട്ടപ്പത്തിരിയിൽ എന്ന് ചോദിക്കാൻ പോവാണ്. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പല പേരുകളും വിഭവങ്ങളും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നമ്മളുടെ മുട്ടപ്പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റംസ് നമുക്ക് ആദ്യം മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനായിട്ട് ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിൽ ഒരു ഗ്ലാസ് അരി 2 ഗ്ലാസ് വെള്ളത്തിലാണ് ഇട്ടിട്ടുള്ളത്, കുതിർത്തിട്ടുള്ളത്. പക്ഷെ ഇത് വെള്ളം കൂടാതെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ. നമുക്കത് ജാറിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ തന്നെ പപ്പടവും നമുക്ക് അരച്ചെടുക്കണം. അപ്പോഴാണ് ഈ ഒരു കൺസിസ്റ്റൻസി ശരിയാവുള്ളൂ, കറക്റ്റായി കിട്ടുള്ളൂ നമുക്ക്. പപ്പടം 3 വലിയ പപ്പടമാണ് ഇതിൽ വെള്ളത്തിലിട്ട് വെച്ചല്ലോ. നമുക്ക് പപ്പടം മാത്രം മതി, വെള്ളം വേണ്ട. ഏകദേശം ചിലപ്പോൾ വെള്ളം കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഏകദേശം ഈ ഒരു ഇതിലായി. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഉപ്പ് ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഇപ്പം ആഡ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. കറക്റ്റ്. ഈ ഒരു ഇതിലാണ് നമുക്ക് അരച്ചെടുക്കുന്നത്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് അല്ലേ? നമുക്കിതിൽ അധികം വെള്ളം ഇത് ചെയ്യാൻ പാടില്ല. പിന്നെ അതിലാവശ്യത്തിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വെള്ളക്കുറവ് ഫീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ജാറ് കഴുകിയിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പല ആളുകളും പല ടൈപ്പിലാണ് കേട്ടോ മുട്ടപ്പത്തിരി ഉണ്ടാക്കുക. ഇതിൽ വേറെയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാറുണ്ട്, ഉഴുന്നൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നമുക്ക് പപ്പടം തന്നെ മതിയാവും അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട്, ഉഴുന്നാണല്ലോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് റെഡിയാക്കി. പിന്നെ അടുത്ത സ്റ്റേജ് എന്താണ്? നമ്മളിത് പൊരിച്ചെടുക്കും. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്കിതിൽ വേണ്ടത്. കണ്ടോ?
പിന്നെ എന്തായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് അപ്പം ഇനി നമുക്ക് പൊരിക്കാം. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ഏത് കൊടുക്കാം? വെളിച്ചെണ്ണ വേണ്ട, ഓയിൽ തന്നെ. ഓയിൽ. അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ നല്ല അങ്ങനെ പൊങ്ങി വരും അപ്പൊ അല്ലേ? പൊങ്ങി വരും. രണ്ട് സൈഡ് ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ മൊരിച്ചെടുത്താൽ മതി. ഓക്കെ. ഈ മുട്ടപ്പത്തിരിക്ക് അങ്ങനെ സ്പെഷ്യൽ സന്ദർഭങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. മുട്ടപ്പത്തിരി എന്നും നമ്മുടെ പൊന്നാനിയിൽ മുട്ടപ്പത്തിരിക്ക് മാത്രമായിട്ട് രാവിലെ 5 മണിക്ക് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ തുറക്കുന്ന ഷോപ്പുകളുണ്ട്. മുട്ടപ്പത്തിരി വിൽക്കാൻ മാത്രമായിട്ട്. അവർ ഒരു 10 മണി വരെ ഇത്, പിന്നെ രാവിലെ 4:30 മുതൽ രാത്രി 11 മണി വരെ മുട്ടപ്പത്തിരി മാത്രം വെക്കുന്ന ഷോപ്പുകളുണ്ട്. അത്രയും ആരാധകരുള്ള. അതെ, ഈ മുട്ടപ്പത്തിരിയും ബീഫും കഴിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആളുകൾ. ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് ബീഫാണ്. അല്ല, ബീഫ് കറി. ഇത് കഴിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആളുകൾ പല സ്ഥലത്തുനിന്നും വരാറുണ്ട്. ഇപ്പൊ കേട്ടറിഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ റീൽസും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഒരുപാട് ആളുകൾ റീൽസ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ മുട്ടപ്പത്തിരി നമ്മുടെ കടയിൽ മുട്ടപ്പത്തിരി കൊടുക്കാറുണ്ടോ? ശനിയും ഞായറും നമ്മൾ മുട്ടപ്പത്തിരി കൊടുക്കും. ബാക്കി ശനിയും ഞായറും എന്താ വെച്ചാല് കൂടുതൽ ആളുകൾ പുറത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശനി ഞായറുകളിൽ മുട്ടപ്പത്തിരി വെക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു കളറൊക്കെ മാറി നല്ല മൊരിഞ്ഞ് സെറ്റായിട്ടുണ്ട്. അതെ, ഇത് വീടുകളിലൊക്കെ മുട്ടപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ നോർമലി ഇങ്ങനെ ഒരു ഷേപ്പിലാട്ട വരിക. പക്ഷെ നമ്മുടെ ഷോപ്പിൽ പോയി കഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പരന്നിട്ട് കട്ടിയില്ലാത്ത ഒരു രീതിയിലാണ്. മെഷീനാണോ? അല്ലല്ല, സെയിം ഇത് തന്നെയാണ്. അത് ആ ഒരു സ്റ്റൈലാണ്. പക്ഷെ വീടുകളിലൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു നെയ്യപ്പം പോലെയൊക്കെയുള്ള ആ ഒരു ഇതിലാ വരുന്നത്. കറക്റ്റ് ഇത് വരിക. നമ്മൾ ശരിക്കും വിചാരിക്കുന്നതും അത് തന്നെയാണ്. കാരണം ഇപ്പൊ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഉള്ള ഒരുപാട് പ്രചരണങ്ങൾ ഉണ്ടെങ്കിലും വീടുകളിൽ നിന്നൊക്കെ അകന്നു പോയ സാധനം ഉണ്ടല്ലോ, അതന്നെ അത് കാണാനാണ്, പ്രേക്ഷകരിലേക്ക് എത്തിക്കാന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. മുട്ടപ്പത്തിരി അല്ലേ? കടകളിലൊക്കെ ഈ ഒരു മുട്ടപ്പത്തിരി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വീടുകളിൽ ഇപ്പം എന്തായാലും കുറച്ച് അരി എടുത്തിട്ടല്ലേ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കാനല്ലേ നോക്കും. അപ്പോൾ കടകളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർ 10ഉം 15ഉം ഒക്കെ കിലോന് അരി നനച്ച് പൊടിച്ച് ഇങ്ങനെ ഉണങ്ങാനൊക്കെ ഇട്ട് എന്നിട്ടാണ് അത് അവർ കൂട്ടിയിട്ട് ചെയ്യുക. അങ്ങനെയാണ് പൊടിച്ച പൊടി അരച്ച്. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ വേറൊരു മെത്തേഡിലാണ് ചെയ്യുക. ഇപ്പൊ വീട്ടിൽ നമുക്ക് എന്തായാലും അങ്ങനെ അത്രയും പൊടിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് പച്ചരിയും ഈ പപ്പടവും വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ മുട്ടപ്പത്തിരി താങ്ക്സ്. അപ്പൊ ഇതാണ് പൊന്നാനിക്കാരുടെ സ്വകാര്യ അഹങ്കാരം കൂടി ആയിട്ടുള്ള മുട്ടപ്പത്തിരി. ഇതിന്റെ കോമ്പിനേഷൻ ഇങ്ങനെയല്ല ഞാൻ കഴിക്കാൻ പോണത്. ഇതിന്റെ കൂടെയുള്ള ഡിഷ് നല്ല ബീഫിന്റെ കറിയാണ് ഇതിന്റെ ശരിക്കുള്ള കോമ്പിനേഷൻ. അപ്പൊ നമുക്ക് അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ട്രൈ ചെയ്ത് വെക്കാം. പിന്നെ സബിതയുടെ പാചകത്തിനെ കുറിച്ചിട്ട് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ബീഫ് കറി വെച്ചേക്കാം. അപ്പോൾ ഇതാണ് മുട്ടപ്പത്തിരിയും ബീഫും, ഞങ്ങളുടെ സ്പെഷ്യൽ കേട്ടോ, ദേശീയ പലഹാരം. അപ്പോൾ ഇത് കഴിക്കുകയെന്ന് വെച്ചാൽ മുട്ടപ്പത്തിരിയുടെ കൂടെ ബീഫ് കറിയും കൂടെ മേലെ ഒഴിച്ച് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് നമുക്കിതാ പത്തിരീൻ്റെ മുകളിൽ ഈ ബീഫൊക്കെ ഇങ്ങനെ വീണ് കിടക്കുകയാണ്. നമ്മളെന്ത് ചെയ്യും, പിന്നെ പതുക്കെ മുറിക്കാം. എന്നിട്ട് ഒരു ബീഫിൻ്റെ ഒരു പീസ് എടുക്കുക, അതും കൂട്ടി. അടിപൊളിയാണ്. വെറുതെ എല്ലാ ആൾക്കാർ ഇത്ര ദൂരമൊന്നും ഇത് കഴിക്കാൻ വേണ്ടി നിങ്ങളെ നാട്ടിലേക്ക്
വണ്ടി കയറി വരുന്നത്. ഈ അറ്റമൊക്കെ നല്ല ക്രിസ്പായിട്ട് അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അത് ഈ എരിവുള്ള ബീഫ് കറിയിലേക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഇപ്പോൾ പൊന്നാനിക്കാരുടെ ഒരു ദിവസം ആരംഭിക്കുന്ന മുട്ടപ്പത്തിരി എന്ന ഒരു യുണീക്കായിട്ടാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് സബിത റെഡിയാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതേപോലെ രുചികരവും എന്നാൽ താരതമ്യേന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നിരവധി വിഭവങ്ങളുമായിട്ട് റംസാൻ നിലാവളി ഇഫ്താർ വിഭവങ്ങളുടെ പുതിയൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും റംസാൻ ആശംസകൾ.